വിഷമം കൂടുമ്പോൾ ഹൃദയം തകരുമെന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും കടുത്ത ദുഃഖം കാരണം അങ്ങനെ സംഭവിക്കുമോ? അതെ, സംഭവിക്കും. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതത്തിന് സമാനമായ നെഞ്ചുവേദനയുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഇത് ബ്ലോക്കുകളുടെ കാരണമല്ല കേട്ടോ, പേശികളുടെ സ്ട്രെസ് മാത്രമാണ്. അപ്പോൾ ഹൃദയാഘാതം എല്ലാവരിലും ഒരുപോലെയാണോ വരുന്നത്? ഒരിക്കലുമല്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും ഇത് ബാധിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്, പ്രത്യേകിച്ച് ആ ചെറിയ രക്തക്കുഴലുകളുടെ കാര്യത്തിൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് തിരിച്ചറിയപ്പെടാത്ത ഹൃദയാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണുകളാണ് ഈ ചെറിയ രക്തക്കുഴലുകളെ സംരക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കാൻ നാം എത്രത്തോളം വ്യായാമം ചെയ്യണം? ഹൃദയത്തെ രക്ഷിക്കാൻ മാരത്തോൺ പോലെയുള്ള കഠിനമായ വ്യായാമങ്ങൾ ചെയ്യണമെന്നത് ഒരു മിഥ്യയാണോ? എന്താണ് സത്യം? ഈ 0.84 എന്ന നമ്പറെല്ലാം മാറ്റും. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന്റെ അനുപാതമാണിത്. മിതമായ വ്യായാമമായാലും കഠിനമായ വ്യായാമമായാലും നിങ്ങളുടെ റിസ്ക് ഒരേപോലെ 0.84 ആയി കുറയുന്നു. രണ്ടും തുല്യമാണ്. എന്നാൽ പെട്ടെന്ന് ഒരാളുടെ ഹൃദയമെടുപ്പ് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹൃദയം നിലച്ചാൽ പിന്നെ ആകെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ജീവൻ രക്ഷിക്കാനുള്ള കൃത്യമായ വഴി നിങ്ങൾക്കറിയാമോ? ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെഞ്ചിൽ 2 ഇഞ്ച് ആഴത്തിൽ മിനിറ്റിൽ 100 മുതൽ 120 തവണ വരെ അമർത്തുക. വൈദ്യസഹായം ലഭിക്കുന്നതുവരെ 30 കംപ്രഷനും 2 ശ്വാസവും എന്ന CPR സൈക്കിൾ നിർത്താതെ തുടരണം.